സ്വാമി ശരണമയ്യപ്പ. അപ്പോഴേ ഞാൻ നമ്മുടെ മണ്ണാർക്കാടിൻ്റെ തിരക്കുകളൊക്കെ ഒന്ന് കാണുമായിരുന്നു. ഇപ്പോൾ വൈകുന്നേരം 5 മണി, ഇപ്പോൾ സമയം 5:30 മണിയായി. പക്ഷേ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നത്തെ ഓരോ തിരക്കുകൾ കണ്ടെന്നിട്ട് ശരിക്കും നമ്മുടെ പുലിവാൽ കല്യാണത്തിന് പിന്നെ കൊച്ചിൻ ഹനീഫയും സലീം കുമാറും കൂടി ബോംബെക്ക് വരില്ലേ, അതേപോലുള്ളൊരു അവസ്ഥയാണ്. പക്ഷേ അവർ പറയണത് നാടെത്തി എന്ന് പറയുമ്പോൾ മാലിന്യം കൊണ്ട് പിന്നെ ശ്വാസം ഒഴിവാക്കണു, നമ്മൾ തിരക്കുകൊണ്ട് കണ്ണ് തുറയ്ക്കണു. കാരണം ആർക്കാർക്കും നിന്നെടുക്കാൻ വയ്യ. ഞാനെന്നല്ല, അപ്പോൾ നമ്മളെ ഏത് സ്ഥലത്ത് പോയാലും ഇതന്നെ അവസ്ഥ. അപ്പോൾ ആർക്കും സീബ്ര ലൈനിലൂടെ ആൾക്കാർ പോകുമ്പോൾ പോലും വാഹനങ്ങൾ നിർത്തി കൊടുക്കണില്ല. അപ്പോൾ ഇത് സീബ്ര ലൈൻ എന്തിനാന്ന് കൂടി ചിലപ്പോൾ അവർക്ക് ഈ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് അറിയാൻ സാധ്യത ഇല്ല തോന്നുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഗതാഗത മന്ത്രി കാണേണ്ടത്. അപ്പോൾ പിന്നെ നിങ്ങൾ ആ വിശേഷങ്ങളൊന്ന് കാണുക. അപ്പോൾ ഏകദേശം എക്സ്പീരിയൻസുള്ള ഡ്രൈവർമാരാണെങ്കിൽ അവർ നിർത്തി കൊടുക്കേണ്ടതാണ്. പക്ഷേ എന്താ നമ്മുടെ നഗരത്തിന് ഒരു സ്വർണ്ണ കളറ് അല്ലേ, അതായത് സ്വർണത്തിൻ്റെതായ ഒരു ഒരു ശുദ്ധി ഉണ്ട് നമ്മുടെ ഈ മണ്ണാർക്കാടിന്. അപ്പോൾ സ്വർണ്ണ കളർ പറയുമ്പോൾ അവിടെ സൂര്യനെ അസ്തമിക്കാനായി നിൽക്കുകയാണ്. അപ്പം ഇന്ന് രാവിലത്തെ ഒരു ക്ലൈമറ്റ് ഏകദേശം നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ക്ലൈമറ്റാണ്. ഇന്നലെ ഇങ്ങനെ ആയിരുന്നില്ല, ഭയങ്കര ക്ലൗഡായിരുന്നു. പക്ഷെ ഇന്ന് നല്ല രസമായിട്ടോ കാണാം. അപ്പോൾ നമുക്ക് പിന്നെ ഈ നഗരം വിട്ടിട്ടുള്ള കളിയില്ല. നമുക്ക് നഗരം വിടണം എന്തായാലും. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ നഗരം വിട്ടിട്ട് വേറെ എവിടേക്കെങ്കിലും പോകാനുള്ളൊരു ചാൻസ് കാണാനുണ്ട്. അപ്പോൾ ഇലക്ഷനൊക്കെ വരികയല്ലേ, അപ്പോൾ ഇലക്ഷൻ വരിക എന്ന് മാത്രമല്ല കഴിയണം എന്നുള്ളൊരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ മണ്ണാർക്കാട് അവിടുത്തെ ബസ് സ്റ്റാൻഡിൻ്റെ പ്രശ്നം മാത്രമാണ്. കാരണം അവിടെ ചെറിയൊരു നമ്മുടെ മണ്ണാർക്കാടത്തെ ഈ റോഡിന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിന് വീതി ഇല്ലാണ്ടല്ല, നല്ല വീതിയുണ്ട്. എത്ര വാഹനങ്ങൾക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പോവാം. പക്ഷേ അവിടെ ഈ ബസ് സ്റ്റാൻഡിലുള്ള ബ്ലോക്ക് ഇപ്പോൾ നിങ്ങൾ ഏകദേശം കണ്ടിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. കാരണം അവിടെ തീരുമാനിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ബസ് പോയിട്ട് വേണോ അതോ ബാക്കിയുള്ള യാത്രക്കാർ അല്ലെങ്കിൽ ഈ റോഡ് ക്രോസ് ചെയ്യുന്ന ആൾക്കാർ പോയിട്ട് വേണോ അതോ പിന്നെ പ്രൈവറ്റ് വാഹനങ്ങൾ, അങ്ങനെ ആദ്യം ഞാൻ പോയിട്ട് മതി മറ്റുള്ളവർ പോയാൽ മതി എന്നുള്ള രീതിയാണ് അവിടെ. അപ്പോൾ അവിടുത്തെ പോലീസുകാർ പരമാവധി റോഡ് പാസ് ചെയ്യുന്ന ആൾക്കാർ സഹായിക്കുന്നുണ്ട്, വാഹനങ്ങൾ പോകാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ നല്ലോണം ബുദ്ധിമുട്ടുണ്ട് അവിടുത്തെ പോലീസുകാർ ട്രാഫിക്കിൻ്റെ. പക്ഷേ ഇതൊന്നും നമ്മുടെ ഈ മണ്ണാർക്കാടത്തെ ഈ നഗരസഭാ ചെയർമാനും അതേപോലെ തന്നെ ഈ നഗരത്തിലുള്ള മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലുള്ള ആൾക്കാരൊന്നും കാണില്ലേ എന്നാണ് ഞാനിങ്ങനെ ചിന്തിക്കണത്. കാരണം ഇവർ ഇതേപോലുള്ള മുന്നിൽ പോണ അതേപോലുള്ള കാറിൽ AC ഇട്ട് പോവുക, മറ്റുള്ളവരൊക്കെ വെയിലത്ത് നിന്ന് പണിയെടുക്കുക. അല്ല, എല്ലാവർക്കും ഒരേ രീതി ആവണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ അതൊന്നും എന്തായാലും മാറാൻ പോകുന്നില്ല. പിന്നെ ഈ മണ്ണാർക്കാട് പാലത്തിൻ്റെ ഇടതുവശത്ത് ആ സൈഡിൽ കണ്ടോ, അവിടെ പൂഴി നിറയെ പൂഴിയാണ്. ആ പൂഴി എന്ന് പറഞ്ഞാലും പോരാ, പ്രത്യേകിച്ച് ഈ മഴയുള്ള സമയത്തൊക്കെ ഇവിടെ ഒരു സ്കിഡായ സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇവിടെ ചില സമയത്തൊക്കെ ബൈക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർടേക്ക് ചെയ്ത് പോകുന്നതാണ്. ശരിക്കും അത് അപകടത്തിലേക്ക് എത്തിക്കുന്നു മാത്രമല്ല നിങ്ങളുടെ ജീവിതം കൂടിയും കട്ടപ്പുകയാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത്, പ്രത്യേകിച്ച് നമുക്ക് കാണാൻ കഴിയാത്ത സ്ഥലങ്ങളിലൊന്നും ഓവർടേക്ക് ചെയ്യരുത്. അവിടെ വാഹനം വരും എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ മണ്ണാർക്കാടിൻ്റെ അവസ്ഥ കേട്ടോ. നമ്മളിപ്പോൾ മണ്ണാർക്കാടിനെ താഴ്ത്തിപ്പറയല്ല, കാരണം ഇവിടെ കുറേ പദ്ധതികൾ ചെയ്യാണ്ട്. നമ്മൾ
അവിടെ ഫുട്പാത്തിൽ നിന്ന് വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ ഫുട്പാത്തിൻ്റെ സെൻറ്ററിലാണ് ഒരു പോസ്റ്റ്, ഇലക്ട്രിക് പോസ്റ്റ്. അത് മഴ പെയ്യുന്ന സമയത്ത് ആരെങ്കിലും വീഴാൻ പോയിട്ട് അതൊന്ന് പിടിക്കുക എന്തെങ്കിലും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും സാഹചര്യങ്ങൾ എങ്ങനെയാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ മാറ്റേണ്ട ഒരു അവസ്ഥയാണ് ശരിക്ക്. അപ്പോൾ ഇവിടുത്തെ അധികാരികൾക്ക് ഒന്നും അറിയില്ല എന്നല്ല, നഗരത്തിൻ്റെ ഒരു പുനരുദ്ധാരണം എന്താണ്, എങ്ങനെ വേണം എന്നുള്ളത് അറിയില്ല. വാക്കുകളിലും പോസ്റ്ററുകളിലും മാത്രമാണ് ഇവിടുത്തെ മണ്ണാർക്കാടുത്തെ അധികാരികൾ ജീവിക്കുന്നത്. ഇങ്ങനെ തന്നെ പറയാൻ എന്തിനാപ്പോൾ നമ്മൾ ഇല്ലാത്തല്ലോ പറഞ്ഞുള്ളതല്ലേ പറഞ്ഞത്. അപ്പോൾ അവർ കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു പുതിയതായിട്ടുള്ളൊരു നൂതനമായ ടെക്നോളജി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മണ്ണാർക്കാട് നഗരത്തിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ആദ്യം എങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതായത് അവിടെ പിന്നെ ഫുട്പാത്തിൻ്റെ ആ ഡിവൈഡർ വെച്ചിട്ടില്ലേ, ആ ഡിവൈഡറിൻ്റെ മുകളിൽ ഇപ്പോൾ പൂച്ചട്ടികൾ വെച്ചിട്ടുണ്ട്, പൂച്ചെടിച്ചട്ടികൾ. അതാണ് ഇപ്പോൾ കിട്ടിയ ഏറ്റവും നല്ലൊരു എന്താ പറയുക ഒരു പുതിയൊരു വിശേഷം. അല്ലാതെ ഇപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നഗരം വൃത്തിയാക്കേണ്ടത് നഗരത്തിലിരിക്കുന്ന ആളുകളുടെ ചുമതലയാണ്. അതൊന്നും ചെയ്യാൻ കഴിയാതെ എനിക്കിതിൽ താല്പര്യമില്ല. ഞാൻ എൻ്റേതായ താല്പര്യം മാത്രമാണ് പറഞ്ഞത്. മറ്റുള്ളവരുടെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരെന്താ വെച്ച് കഴിഞ്ഞാൽ കാഴ്ചകൾ കാണാൻ വരും പോവും, അല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ നൊട്ടമലയിലാണ്, അതായത് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ ഞാൻ അന്ന് വന്നിട്ട് അതാ നമ്മുടെ മുമ്പിലൊരു ഒരു സ്ട്രീറ്റ് ലൈറ്റ് ചെടി അല്ലെങ്കിൽ വള്ളി ഇതൊക്കെ കൊണ്ട് നിറഞ്ഞ് മൂടിയിരുന്നു. അപ്പോൾ അത് ബാക്കി പറയാം. എന്തൊക്കെ സംഭവം. സുഹൃത്തുക്കളെ, അവിടെ സൂര്യനെ മൂപ്പര് പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മളും പോവാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. നമ്മൾ എവിടേക്കും പോകുന്നല്ല കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലൈമറ്റ് നല്ല രസമുള്ളൊരു നല്ല അടിപൊളി ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്തൊക്കെ നല്ല അത്യാവശ്യം വിലപിടിപ്പുള്ള ഫോൺ വേണമെന്നാണ് ആൾക്കാർ പറഞ്ഞത് കേട്ടോ. പക്ഷേ ഈ ഫോണിൽ തന്നെ ഒന്നും ആരും വിളിക്കാനും ഇല്ലാത്തൊരു സമയമാണ്. അപ്പോഴേ നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ കിടപ്പ് എങ്ങോട്ടാണ് പോണതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ ശബരിമലയിൽ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സർക്കാർ കുറേ സ്വർണ്ണം അടിച്ചു മാറ്റി കൊണ്ടുപോയി മാത്രമല്ല, ഈ സർക്കാർ ഇവിടെ ഈ ശബരിമലയിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഉണ്ടാക്കിയത് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു ദേവസ്വം പ്രസിഡൻ്റായ ഒരു വയസ്സൻ അയാൾ പറയാണ്, ഇതൊക്കെ നിങ്ങൾ ആദ്യം ചെയ്യണ്ടേ, അവരല്ലേ ഭക്തജനങ്ങളല്ലേ നോക്കേണ്ടത്. അപ്പോൾ ഇതേപോലുള്ള ഒരു പൊട്ടന്മാരെയും അതേമാതിരി തലതിരിഞ്ഞ ആൾക്കാരെയാണ് നമ്മൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്. ഇതിൽ നമുക്കൊന്നും പറയാനില്ല എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കുകയും ചെയ്യരുത്, ചിന്തിക്കുകയും ചെയ്യരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയാവും കൂടുതൽ ചോദ്യങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കാനുണ്ടാവുക. എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വഴിയേ അറിയും. നമ്മൾ വലിയൊരു പ്രസ്താവന ഇറക്കുകയല്ല. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് തെറ്റായ കാര്യങ്ങളുണ്ട് അവിടെ. അപ്പോൾ ഈ ഭക്തജനങ്ങളൊക്കെ ഇത്രയും അത്രയും ബുദ്ധിമുട്ടിയിട്ട് അവിടെ ശബരിമലയ്ക്ക് വരേണ്ട ഒരു ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മൾ പറയുകയാണ് ശബരിമലയ്ക്ക് നിങ്ങൾ ആരും പോകണ്ടെന്ന് പറഞ്ഞാൽ പോവോ? അല്ല, പോവാതിരിക്കുക ഒരിക്കലുമില്ല.
അപ്പോൾ ഈ ശബരിമല എന്ന് പറഞ്ഞത് വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ്. അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകണത് തന്നെ. അപ്പോൾ ഈ അയ്യപ്പനെ കാണാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഈ സ്വർണം കട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ സ്വർണം കക്കാൻ കൂടെ നിന്ന കുറേ കള്ളന്മാരുണ്ട്. ഇവർക്കൊന്നും അയ്യപ്പന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ഈ ഭക്തജനങ്ങൾ അയ്യപ്പനെ തേടിയിട്ട് ഭക്തജനങ്ങൾ വരുമ്പോൾ അവർക്ക് മാത്രമാണ് ഈ ദുരിതം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അയ്യപ്പൻ കൊടുക്കുന്നത്. കാരണം ഒരു നേരത്തെ ഭക്ഷണമോ ഒരു നേരത്തെ വെള്ളമോ അല്ലെങ്കിൽ ഇരിക്കാനുള്ളൊരു സംവിധാനം ഒന്നും അവിടെ അല്ല എന്നാണ് പറയണത്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും നമ്മുടെ കേരളത്തിൽ ഓരോ തീർത്ഥാടന സ്ഥലത്തും ഓരോ തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുക്കളായാലും ഹിന്ദുക്കളിൽ മാത്രമാണ് ഇങ്ങനെ വരുന്നത്. കാരണം ഹിന്ദുക്കൾ ശരിക്കും പറഞ്ഞാൽ ജന്തുക്കളാണ്. കാരണം അവർക്ക് ചോദ്യം ചോദിക്കാനുള്ള ഒരു ശക്തിയില്ല. നേരെ മറിച്ച് ഒരു മുസ്ലിം ആണെങ്കിൽ തീർച്ചയായിട്ടും അവരിങ്ങനെയല്ല പറയുക, അല്ല ഇങ്ങനെയല്ല ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടേതായ ഒരു വ്യത്യാസം ശരിക്കും പറഞ്ഞാൽ. അതിപ്പോൾ ശരിക്കും പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് തന്നെ ഏകദേശം മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ പിന്നെ എന്താ ഇപ്പോൾ പുതിയൊരു വോട്ടിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതിൽ SIR ഹൈക്കോടതിയിൽ പിന്നെ അത് നിർത്തിവെക്കണം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാലിക്കുട്ടി അവരൊക്കെ ഹർജി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. കേസും ഇതൊക്കെ നാളെ പരിഗണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഈ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് 2002 നമ്മൾ അത് ഇന്നേവരെ ഫില്ല് ചെയ്തിട്ടില്ല. അത് ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 2002 വരുന്ന ഒരു കാര്യം 2002 വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേണ്ടാന്നാണ് പറയണത്. അപ്പോൾ ഇതിപ്പോൾ എന്താണ് അതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല, ശരിക്കും ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്തോ നമ്മുടെ കിളിയും പോയി എന്ന് തോന്നുന്നു. കാരണം ഇവരെ ഈ കാട്ടിക്കൂട്ടലുണ്ട്. ഇവരുടെ ലക്ഷ്യം മാത്രമാണ് സർക്കാരിൻ്റെ അണികൾക്കുള്ളതും കൂടി നീക്കി വയ്ക്കുക പറഞ്ഞാൽ മാറ്റി വയ്ക്കുകയാണ്. ബാക്കിയുള്ള ഈ അണികളുടെ കയ്യിൽ നിന്നും കൂടി കാശ് പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് ഈ മനസ്സിലാക്കാനുള്ള കഴുതകളായി പോയെന്നാണ് ചിന്തിക്കുന്നത്. ഇത്രയും ലോകത്ത് ഇത്രയും പൊട്ടന്മാരായ ഒരു ജനത ഉണ്ടെങ്കിൽ കേരളത്തിലെ ആൾക്കാരുണ്ട്. ഞാൻ പൊട്ടത്തരം പറയാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അത് നിങ്ങൾക്ക് ഭാവിയിൽ എന്തായാലും ഒരു കാര്യം വരാതിരിക്കില്ല. എങ്ങോട്ടും പോകുന്നില്ലല്ലോ, നമ്മളെങ്ങോട്ടും പോകുന്നില്ലല്ലോ. നമ്മളിവിടെ തന്നെ ഉണ്ടാവില്ലേ കേരളത്തിൽ. ഇനിയിപ്പോൾ മരിച്ചു പോയാലും കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലെ നമുക്ക് കാണാം തീർച്ചയായിട്ടും. ഇപ്പോൾ എന്താണ് എവിടെയാണ് എന്നുള്ളതൊക്കെ ഇപ്പോൾ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ ഇവിടുന്ന് ഒഴിവാക്കണം, ഹിന്ദു രാജ്യമാക്കണം, അത് RSS BJP കൊണ്ടുവരണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷെ അതിനും കഠിനമായിട്ടാണ് ഇപ്പോൾ ആൾക്കാർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവർക്ക് എന്താണ് ഉദ്ദേശം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അത് തന്നെയാണ് കലാപം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത്. കാരണം രാഹുൽ ഗാന്ധി അത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്നൊന്നും അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പൊട്ടന്മാരല്ലേ, മണ്ടന്മാരല്ലേ. പിന്നെ നിങ്ങൾ അവർ പറയുന്നത് തന്നെയാണ് വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൽ നമുക്ക് പറയാനുള്ളതെന്നാണ്, അല്ല എന്താണ് നമുക്ക് അതിന് ചെയ്യാനുള്ളതെന്ന് അറിയാത്തത്. എന്തായാലും നമ്മുടെയൊക്കെ തലവര കഴിഞ്ഞു. ഇനി വലിയ വരയൊന്നും ഉണ്ടാവില്ല. ഇനി നമ്മൾ വരച്ച വരയൊക്കെ ആവില്ല പോവുക, നമ്മൾ വരയ്ക്കാത്ത വരയൊക്കെ ഇനി പോവുക. അപ്പോൾ എന്തായാലും മലയാളികൾ സൂക്ഷിച്ചോളുണ്ടോ. ഞാനിപ്പോൾ ഈ നൊട്ടമലയിൽ കയറിയിട്ട് നിങ്ങൾക്ക് പൊട്ടത്തരം പറയാതെ ഒരിക്കലും വിചാരിക്കില്ല. അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു അനുഭവം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.